സ്വന്തം ക്ലാസ്സിൽ 2 വർഷം ഒരുമിച്ച് പഠിച്ചിട്ടും ഇതുവരെ നേരിട്ട് സംസാരിക്കാത്ത ആളാണ് കേട്ടോ ഇന്നത്തെ എന്റെ ബ്രൈഡ്. ഇരിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞ ആള്, അതായത് സൽമ. അപ്പൊ ഇവളാണ് ഇന്നത്തെ എന്റെ ബ്രൈഡ്. നമ്മൾ ഒരുമിച്ച് പഠിച്ചാണ് കേട്ടോ +2. പക്ഷെ അന്ന് കോവിഡ് ടൈം ആയതുകൊണ്ട് ക്ലാസ്സിന് പോക്കില്ലായിരുന്നു. മാത്രമല്ല വലിയ കണക്ഷനോ സംസാരിപ്പോ ഒന്നുമില്ല. ആൾ എൻക്വയറി ചെയ്ത് പോയപ്പോഴത്തേക്കും ഞാൻ നോർമൽ ഏതോ ഒരു ബ്രൈഡ് എന്നാണ് വിചാരിച്ചത്. പിന്നും അവളുടെ ഇൻസ്റ്റാ പേജ് ഒക്കെ തപ്പിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് ആൾ എന്റെ കൂടെ പഠിച്ചാണ്. ക്വയറ്റ് ആയിട്ടിരുന്ന് മെഹന്തി ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും മുകളിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ വേറെ ആൾക്കാരൊന്നും അങ്ങനെ അധികം വരത്തില്ലല്ലോ. അപ്പൊ ഈ 2 കുഞ്ഞുമണികൾക്കാണ് നമ്മൾ ആദ്യം മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു കൈ ഇട്ടെങ്കിൽ പിന്നീട് 2 കൈയിലും വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾക്ക് പൂക്കളും ഒരാൾക്ക് ബട്ടർഫ്ലൈയും ആയിരുന്നു ഡിമാൻഡ്. ഒരു കയ്യിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് 2 കയ്യിൽ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 ആൾക്ക് 2 കയ്യിൽ 2 ഡിസൈൻ സെറ്റ് ആക്കി കൊടുത്തു. അങ്ങനെ 2 പേർക്ക് മെഹന്തി ഇട്ടതിന് ശേഷം പിള്ളേരെയും കൊണ്ട് സൽമ താഴെ പോയി. എന്നിട്ട് അവൾ ഇടാൻ വന്നപ്പോഴത്തേക്കാണ് ആളുടെ കയ്യിലെ ഹെയർ റിമൂവ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ അവളത് മാറ്റാൻ പോയ സമയത്താണ് ആളുടെ ഒരു ഇത്ത വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഇത്താക്ക് മെഹന്തി ഇട്ട് കൊടുക്കും. കുഞ്ഞു പിള്ളേർക്ക് മെഹന്തി ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? അതേ അവൾ കയ്യിൽ വെക്കത്തില്ല കേട്ടോ. അവർ പെട്ടെന്ന് തന്നെ അതിന് എങ്ങനെയെങ്കിലും റിമൂവ് ആക്കാൻ നോക്കും. അവൾ ഫോൺ യൂസ് ചെയ്തപ്പോഴത്തേക്ക് മിക്കതും താഴെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി തുടങ്ങാൻ പോകുന്നത് എന്റെ സ്വന്തം ക്ലാസ്മേറ്റ് ആയിട്ടുള്ള സൽമയുടെ മെഹന്തിയാണ്. വേറെ റെഫറൻസോ സജഷനോ ഒന്നും എന്റെ കുട്ടിക്കില്ലായിരുന്നു കേട്ടോ. ആൾ എന്ത് വേണമെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ കയ്യിലേക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇതായിരുന്നു സൽമാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഡിസൈൻ. ഇതിനിടയിൽ സൽമയുടെ സിസ്റ്ററിന് ഞാൻ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്ത അത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തായിരുന്നു. ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ തന്നെ ഇത്തത് റിമൂവ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് അതിന്റെ പിക്ചേഴ്സ് ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. മക്കളൊക്കെ 1 മണിക്കൂർ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വർക്കെല്ലാം തീർത്ത് ആൾക്ക് നല്ലൊരു വിഷയം കൊടുത്തിട്ട് ഞാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വോക്കിന്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും കമന്റ് ഫോളോയും ചെയ്യാൻ മറക്കണ്ട. ടാറ്റ ബൈ, സീ യു.